ഞാൻ മിനിങ്ങാന്ന് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ആ തീരുമാനം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പൊ UDF അഭിപ്രായം അപ്പൊ പറയും. അന്നുള്ളൂ, ഇപ്പല്ല. ആദ്യം മുതൽ ഇത്രയല്ലാതെ വി ഡി സതീശന്റെ ഉപാധിയാണ്. വി ഡി സതീശൻ പറയുന്നു, ഇത് എന്റെ ഉപാധിയല്ല, ഇത് UDFന്റെ ഉപാധിയാണ്, ഇത് കോൺഗ്രസിന്റെ ഉപാധിയാണ്. ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അരിടൻ ഷൗക്കത്തിനെ അംഗീകരിക്കും, അരിടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന ഒരു വാക്ക് പറയണം PV അൻവർ. പക്ഷേ PV അൻവർ തയ്യാറാണോ? അല്ല. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഈ ഉപാധി അംഗീകരിക്കാൻ എനിക്കാവില്ല, ഞങ്ങൾ തയ്യാറല്ല എന്ന്. മെയ് 2-ാം തീയതിത്തെ UDF യോഗം, ആ UDF യോഗം നടത്താൻ 10 പ്രാവശ്യം അദ്ദേഹം ഈ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ട് ആ യോഗത്തിലൊരു തീരുമാനം എടുത്തു. ലോകത്ത് ആരും കേട്ടിട്ടില്ലാത്തൊരു സംഗതി അസോസിയേറ്റ് മെമ്പർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ. കാരണം എന്താ, ഞാൻ ആദ്യം പറയുന്ന പോലെ ബസിന്റെ സ്റ്റെപ്പിലാണെങ്കിൽ നമ്മൾ ലക്ഷ്യത്തെത്തിയാൽ മതിയല്ലോ. ഈ പിണറായിസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് ഞാൻ എന്തിനും തയ്യാറായിരുന്നു. അതിനൊന്ന് കൂട്ടിപ്പിടിക്കണ്ടേ? അത് ഡിക്ലെയർ ചെയ്യാൻ ഏൽപ്പിച്ച വ്യക്തി ഇത്രയും ദിവസം അത് ഡിക്ലെയർ ചെയ്യാതെ പിടിച്ചു വെച്ച് അവസാനം ഇപ്പോ ഞാൻ നയം വ്യക്തമാക്കണമെന്നാ പറയുന്നത്. ഞാൻ തൽക്കാലം നയം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ നയം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. PV അൻവർ അവിടെയും നിർത്തുന്നില്ല. PV അൻവർ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് VD സതീശനെതിരെ. ഒന്നാമത്തെ ആരോപണം, UDF യോഗം ചേർന്ന് അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചു TMCയെ. അത് പ്രഖ്യാപിക്കാൻ ചുമതലപ്പെടുത്തിയത്, വിവിധ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ച് പ്രഖ്യാപിക്കാൻ ചുമതലപ്പെടുത്തിയത് VD സതീശനെയായിരുന്നു. VD സതീശൻ ഇതുവരെയും അത് ഡിക്ലെയർ ചെയ്തില്ല, പ്രഖ്യാപിച്ചില്ല, പിടിച്ചുവെച്ചു. എന്തിന് എന്ന ചോദ്യമാണ് ആദ്യം ഉന്നയിക്കുന്നത് VD സതീശനെതിരെ PV അൻവർ. അതിനുശേഷം അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ ദിവസം KC വേണുഗോപാലുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കുകയും KC വേണുഗോപാൽ സമയം അനുവദിക്കുകയും ചെയ്തതാണ്. അതനുസരിച്ച് ഞാൻ കോഴിക്കോടേക്ക് പോവുകയും 7:45 വരെ കാത്തിരിക്കുകയും ചെയ്തു KC വേണുഗോപാലിന്റെ വിളി. പക്ഷേ വിളിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് കോൺഗ്രസ് നേതാക്കൾ തന്നെ അറിയിച്ചത് അദ്ദേഹത്തിന് വലിയ തിരക്കാണ്, അതുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്നാണ്. കേരളത്തിലെ നേതാക്കളുമായി സംസാരിക്കൂ എന്ന ഉപദേശമാണ് KC വേണുഗോപാൽ നൽകിയത്. എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ ആദ്യം ചർച്ചയ്ക്ക് തയ്യാറാകുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്? അത് VD സതീശൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന്. PV അൻവറുമായി ചർച്ച നടത്തിയാൽ UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കും, ഞാൻ ഇനി നിലമ്പൂരിലേക്ക് വരില്ല, നിങ്ങൾ നടത്തിക്കൊള്ളണം തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി KC വേണുഗോപാലിനെ കോൺഗ്രസ് നേതൃത്വത്തെ VD സതീശൻ. അതുകൊണ്ട് മാത്രമാണ് KC വേണുഗോപാൽ തന്നോട് സംസാരിക്കാതിരുന്നത് എന്നാണ് PV അൻവർ പറയുന്നത്. ആ വാക്കുകൂടി കേൾക്കാം. 5 മണി തൊട്ട് 7:45 വരെ ഞാൻ കാത്തിരുന്നു. 5 മണി തൊട്ട് 7:45 വരെ കോഴിക്കോട് ടൗണിൽ ഞാൻ കാത്തിരുന്നു. പിന്നെ എനിക്ക് കിട്ടുന്ന വിവരം അദ്ദേഹത്തിന് കുറച്ച് ധൃതിയുണ്ട്, അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ അങ്ങനെ അദ്ദേഹം പോവില്ലല്ലോ, ഈ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ കോൺഗ്രസിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന UDF ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അൻവറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ UDF ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും. VD സതീശൻ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, അതെനിക്ക് എൻ്റെ അഭിമാനക്ഷത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ വന്ന് തെരഞ്ഞെടുപ്പ് നടത്തിക്കോ, ഞാൻ പറവൂരിലേക്ക് തിരിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ KC എന്ത് ചെയ്യാൻ പറ്റും? KCക്ക് പരിധികളില്ലേ? VD സതീശനാണ് PV അൻവറുമായുള്ള സഹകരണത്തെ തടയുന്നത്. VD സതീശനാണ് UDFിലെ കോൺഗ്രസിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. VD സതീശൻ പറഞ്ഞതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പോകാൻ പാടില്ല എന്ന വാശി VD സതീശനുണ്ട്. അതാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്നത്. KC വേണുഗോപാലിനെ പോലും ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് VD സതീശൻ വളർന്നോ? ഈ ചോദ്യം ഇനിയിപ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തും. അതാണ് കോൺഗ്രസിനകത്തെ അടുത്ത പ്രതിസന്ധി.